ഹൈക്കോടതിയിൽ കൃത്യമായി അപ്പീൽ പോയിരിക്കുകയാണ് മഞ്ജുഷ. അതായത് പി ദിവ്യയ്ക്ക് ജാമ്യം കൊടുത്തതുമായി ബന്ധപ്പെട്ട തലശ്ശേരി സെഷൻസ് കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ജാമ്യം കൊടുക്കുമ്പോൾ അത് പരിഗണിക്കാൻ ഇരിക്കുകയാണ്. ആ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഒബ്ജക്ഷൻ നോട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ദിവ്യയോടൊപ്പം തന്നെ കളക്ടർ അരുൺ കെ വിജയനും കൃത്യമായി ഈ പദ്ധതിയിൽ, ഈ ഗൂഢപദ്ധതിയിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിരവധിയായ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, കളക്ടർ അരുൺ കെ വിജയന് ചെങ്കൽ മാഫിയയുമായും അതുപോലെ തന്നെ ഭൂമാഫിയയുമായും വഴിവിട്ട ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്കാണ് അത് പോകുന്നത്. മാത്രമല്ല, കളക്ടർ അരുൺ കെ വിജയനുമായി രഹസ്യബന്ധം കാത്തു സൂക്ഷിക്കുന്ന സ്വഭാവം ഉള്ള വ്യക്തിയായിരുന്നു ഇവർ എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ആ ഒബ്ജക്ഷൻ നോട്ട് പോയിരിക്കുന്നതെന്ന് വളരെ വ്യക്തം. അഡ്വക്കേറ്റ് വിശ്വനെ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന നീക്കങ്ങളാണ് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ ക്രിമിനൽ ലോയറായ വിശ്വന് വാസ്തവത്തിൽ അടിതെറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നിരവധിയായിട്ടുള്ള CPIM-ന്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കൃത്യമായും കോടതിയിൽ നിന്നും ജാമ്യത്തിലെടുക്കാൻ വിശ്വൻ തൻ്റെ വാക്ചാതുര്യം ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും തെളിവുകളുടെ കാര്യത്തിൽ വിശ്വൻ ബബ്ബബ അടിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് വിശ്വനെന്നല്ല ഒരാൾക്കും ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥ. മരിച്ചതിന് ശേഷവും നവീൻ ബാബുവിനെ പേരെടുത്ത് പറഞ്ഞ് നവീൻ ബാബുവിനെ ആക്രമിക്കുന്ന സ്വഭാവമാണ് പി ദിവ്യ കാണിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നെങ്കിലും ഇപ്പോഴും ആ സ്ഥാനം തനിക്ക് തന്നെയാണ് എല്ലാവരും മനസ്സിൽ ചാർത്തിത്തരുന്നത് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തുകയാണ് അവർ. അതിനോടൊപ്പം മഞ്ജുഷയെ വെല്ലുവിളിക്കുകയും കൂടെ ചെയ്ത ആ നടപടി ഇപ്പോൾ ജനങ്ങൾ ധാർഷ്ട്യവും അഹങ്കാരവും ഒരു സ്ത്രീയുടെ സ്വഭാവമായി കണക്കാക്കുകയാണ്. തനിക്ക് പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടെന്നും മക്കളുണ്ട് എന്നും അവർക്ക് താൻ ഒരു നിമിഷം പോലും കൂടെയില്ലാതെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അതിൻ്റെ പേരിൽ ജാമ്യം അനുവദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊലക്കുറ്റം ചുമത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മക്കളുണ്ട്, അമ്മയും അച്ഛനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കോടതിയെ സെൻറ്റിമെൻറ്റ്സ് കാട്ടി, ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് കാട്ടി അതിനെ വളച്ചൊടിക്കാൻ കഴിയുമെന്നാണ് വിശ്വൻ വിചാരിച്ചിരിക്കുന്നത്. അത് വിശ്വൻ്റെ വെറും പൊട്ടത്തരമാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം ഇനി ജോൺ റാൽഫിൻ്റെ മുമ്പിൽ, അഡ്വക്കേറ്റ് ജോൺ റാൽഫിൻ്റെ വാദഗതികൾക്ക് മുമ്പിൽ വിശ്വന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. തലശ്ശേരി സെഷൻസ് കോടതിയുടെ ജഡ്ജി വലിയ തോതിൽ വിശ്വൻ്റെ വാക്കുകൾ മുഖവിലക്കെടുത്തു എന്നതല്ല കാര്യം. ഈ പറയുന്ന വിമൻ കാർഡ് ഇറക്കി, വനിതാ കാർഡ് ഇറക്കി അവിടെ വലിയ തോതിൽ നേട്ടം കൊയ്തെടുക്കാം എന്നതായിരുന്നു അവരുടെ ശ്രമം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ യോഗ്യതയുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് ആയി? അത് ഉന്നതരുമായുള്ള വ്യക്തിബന്ധം കൊണ്ടായിരുന്നു എന്നത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഏതായാലും നാണം കെട്ടിരിക്കുകയാണ് ഇവർ. കൂടുതൽ ഉള്ളുകഥകൾ അറിഞ്ഞാൽ തൊലി പൊളിയും എന്ന സാഹചര്യത്തിലേക്കാണ് പലതും പുറത്തുവിടാൻ പറ്റാത്തത്. വാസ്തവത്തിൽ MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയ്ക്ക് കൃത്യമായി അറിയാവുന്ന കഥകളാണ് ഇവരെ സംബന്ധിക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.